നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ദുബായിൽ ജോലി അന്വേഷിക്കുന്നവർ ധാരാളമാണ്. ഇപ്പോൾ UAE-യിലെ എല്ലാ എമിറേറ്റ്സുകളിലേക്കും ഇപ്പോൾ ജോലി അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യ, മസ്കറ്റ്, ഒമാൻ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കെല്ലാം തന്നെ, ബഹ്റിനിലേക്ക് എല്ലാം ധാരാളം ആളുകൾ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. എങ്കിൽ പോലും ദുബായിൽ ജോലി എന്നുള്ളത് എല്ലാവർക്കും ഒരു സ്വപ്നമാണ്. ഒരു സ്വപ്ന നേട്ടമായിട്ട് അതിനെ കാണുന്നുണ്ട്. കാരണം അവിടെയുള്ള കാലാവസ്ഥയും അവിടെയുള്ള ജീവിത സൗകര്യങ്ങളും മറ്റ് എമിറേറ്റ്സിനേക്കാൾ കുറച്ചുകൂടി ഗുണമുള്ള തരത്തിലാണ് ഉള്ളത്. അപ്പോൾ എന്തെല്ലാമാണ് ദുബായിൽ ജോലി കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസും മാത്രം പോരാ ഗൾഫിൽ ഇനി ഒരു ജോലി ലഭിക്കാൻ. ദുബായിൽ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഒരു ജോലി ലഭിക്കുന്നതിന് എക്സ്പീരിയൻസോ സർട്ടിഫിക്കറ്റോ ഉണ്ടായാൽ പോരാ, മറ്റ് ചില കഴിവുകൾ കൂടി വേണമെന്നാണ് അധികൃതർ പറയുന്നത്. ആ കഴിവുകൾ എന്തൊക്കെയാണെന്ന് അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ സാധാരണയായി സാങ്കേതികപരമായ കാര്യങ്ങളിലും പഠനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തൊഴിൽദാതാക്കൾ ഇന്ന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സോഫ്റ്റ് സ്കിൽസ് ഉള്ളവർക്കാണ്. ഗൾഫ് ന്യൂസ് എഡ്യൂഫെയർ 2025 വ്യവസായ പ്രമുഖർ ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞിരുന്നു. ധാരാളം സോഫ്റ്റ് സ്കിൽസ് ഉള്ള ആൾക്കാരെയാണ് ജോലിക്ക് എടുക്കേണ്ടത് എന്ന്. അതുപ്രകാരം പ്രശ്നപരിഹാരം, തീരുമാനമെടുക്കാനുള്ള കഴിവ്, പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം, വിമർശനാത്മക ചിന്ത, സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനുള്ള കഴിവ് എന്നീ സോഫ്റ്റ് സ്കിൽസ് ഉള്ള ആൾക്കാരെയാണ് കൂടുതലായി ജോലിക്ക് ആവശ്യം. ഗൾഫ് ന്യൂസ് എഡ്യൂഫെയർ 2025 നീറ്റ് പരീക്ഷകളെക്കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു. ലണ്ടൻ സൗത്ത് ബാങ്ക് യൂണിവേഴ്സിറ്റി UAE-യുടെ CEO മുഹമ്മദ് സഹീർ പ്രശ്നപരിഹാരത്തിനുള്ള കഴിവിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞിരുന്നു. ജോലി സ്ഥലത്ത് നമ്മൾ ദിവസവും പല വെല്ലുവിളികളും നേരിടേണ്ടി വരും. എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു നടക്കുന്നവരെയല്ല തൊഴിൽദാതാക്കൾക്ക് വേണ്ടത്, മറിച്ച് ഒരു പ്രശ്നം വന്നാൽ അത് എങ്ങനെ പരിഹരിക്കാം എന്ന് ചിന്തിക്കുന്നവരെയാണ്. തീരുമാനമെടുക്കാനുള്ള കഴിവും പ്രശ്നപരിഹാരവും വളരെ പ്രധാനപ്പെട്ട കഴിവുകളാണ്. ജീവിതത്തിലും കരിയറിലും ഒരുപോലെ അത്യാവശ്യമായ അഡാപ്റ്റബിലിറ്റി അഥവാ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ് വിദ്യാർത്ഥികൾ ആർജിച്ചെടുക്കണം. പഴയതുപോലെ നാട്ടിൽ നിന്നും വെറുതെ ഒരു വിസയും എടുത്ത് UAE-യിലേക്ക് വന്നാൽ ഇപ്പോൾ ജോലി എവിടെയും കിട്ടില്ല. 2026 ദുബായ് തൊഴിൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. UAE-യിൽ ഇപ്പോഴും നിരവധി ജോലി അവസരങ്ങളുണ്ട്. എങ്കിലും റിക്രൂട്ട്മെൻറ്റ് അത്ര അധികമില്ല. കാരണം റിക്രൂട്ട്മെൻറ്റ് പ്രക്രിയയിൽ ധാരാളം മാറ്റങ്ങൾ വന്നു. വരുന്ന എല്ലാവർക്കും ജോലി എന്ന കൺസെപ്റ്റ് മാറി. ഇപ്പോൾ അത് കൂടുതൽ സെലക്റ്റീവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കമ്പനികൾക്ക് ഇപ്പോൾ ശ്രദ്ധ കൂടുതൽ ആളുകളെ നിയമിക്കുന്നതിലല്ല, ശരിയായ ആളുകളെ കണ്ടെത്തുന്നതിലാണ് അവർ ശ്രദ്ധിക്കുന്നത്. മൾട്ടി സ്കിൽഡ് ആളുകൾക്കും അഡാപ്റ്റബിലിറ്റി ഉള്ളവർക്കും കൂടുതൽ അവസരങ്ങളുണ്ട്. എത്ര ആളെ എടുക്കാം എന്നത് മാറി ആരെ എടുക്കണം എന്നതിലേക്ക് ഒരു മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ദുബായിലെ തൊഴിൽ വിപണിയിൽ സംഭവിച്ച ഏറ്റവും വലിയ മാറ്റം. വരുമാനവുമായി നേരിട്ട് ബന്ധമുള്ള ജോലികൾ, ഡിജിറ്റൽ മേഖല, ടെക്, AI, ഹെൽത്ത് കെയർ, ടൂറിസം, റിയൽ എസ്റ്റേറ്റ് കൂടാതെ ഗ്രീൻ എനർജി ഇവയുമായി ബന്ധപ്പെട്ട ജോലികൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. അതേസമയം അത്ര ആളുകളെ ആവശ്യമില്ലാത്ത ജോലികൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നുമുണ്ട്. ജോലി അന്വേഷിക്കുന്നവർ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം. ആദ്യമായി നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫൈൽ ഉണ്ടായിരിക്കണം. ലിങ്ക്ഡിൻ, നൗക്കറി ഗൾഫ്, ഗൾഫ് ടാലൻറ്റ്, ഇൻഡഡ് എന്നിവ ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന സൈറ്റുകളാണ്. ATS ഫ്രണ്ട്ലി CV ആണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. CV-യിൽ അമിതമായി ഗ്രാഫിക്സുകളൊന്നും വരയ്ക്കരുത്. ലളിതവും വ്യക്തവുമായ ഫോർമാറ്റിലായിരിക്കണം CV. നല്ല സൗഹൃദ ബന്ധങ്ങൾ നിങ്ങളെ ജോലി വിവരങ്ങൾ അറിയാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ സെമിനാറുകൾ, ബിസിനസ് മീറ്റുകൾ, പ്രൊഫഷണൽ ഗ്രൂപ്പുകൾ എന്നിവയിൽ സജീവമാകുക. വിസ നിയമങ്ങളും തൊഴിൽ നിയമങ്ങളും മനസ്സിലാക്കുക. താമസവും ജീവിത ചെലവിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ഇൻ്റർവ്യൂ തയ്യാറെടുപ്പുകൾ കൃത്യമായിരിക്കണം. ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ അവസരങ്ങളെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയെല്ലാം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് മാത്രം വേണം ഇനി ദുബായിൽ, അതുപോലെ തന്നെ മറ്റ് UAE-യിലെ എവിടെ ആണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലെല്ലാം നിങ്ങൾക്കൊരു ജോലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അഡാപ്റ്റബിലിറ്റി വളരെ വലിയ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രശ്നപരിഹാരത്തിനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ ഒരു ജോലിയിൽ എങ്ങനെയാണ് നിങ്ങൾ കാണിക്കേണ്ടതെന്ന് അറിയാൻ ആദ്യം നല്ലൊരു CV ആവശ്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളൊരു ജോലിക്ക് അപേക്ഷിക്കൂ. ഒരു നല്ല ജോലി അടുത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും.